ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്കിൻ്റെ കാര്യം മറന്നു പോകണ്ട കേട്ടോ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് കേട്ടോ കുറേ പേര്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ വീട്ടിൽ ഏട്ടത്തിയും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തനുവിനും ഹവ്വയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിസ്സ, മിനി പിസ്സ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് അതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവർക്കും അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഈസി ആയിട്ടുള്ളൊരു മിനി പിസ്സ ഇല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ തനു ഒറ്റക്കായിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ വരുമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ പിന്നെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അതിനൊന്നും ടൈം കിട്ടില്ല കേട്ടോ. അവർ വന്നാലും പെട്ടെന്നായിരിക്കും വരിക. അപ്പോൾ പിന്നെ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട അവർ പറഞ്ഞിട്ടുള്ള സാധനം തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഞാൻ കുറച്ച് മൈദ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് പിസ്സയല്ല കേട്ടോ. നമ്മൾ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ അതിലേക്ക് മൈദയിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അളവ് മൈദയിലേക്ക് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു, ഒരു ഹാഫ് ടീസ്പൂൺ അല്ല പഞ്ചസാര, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മൈദയൊക്കെ മിക്സ് ആയി കിട്ടുക. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ദോശേൻ്റെ ഒക്കെ ഒരു ബാറ്റർ ആ ഒരു രീതിയിൽ അത് ഒരുപാട് ടൈറ്റായി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാലോ വെള്ളമോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലൂസാക്കി എടുക്കുക. ലൂസായി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കുക ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ. പക്ഷേ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ അറിയാമല്ലോ മൈദയിലാണ്, അത്രയേ ഉള്ളൂ. രണ്ടിലും ചെയ്യാം. ഇനിയിപ്പോൾ ഞാനൊരു പിസ്സ സോസ് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോ, ഇല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തു, അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ എൻ്റെ കയ്യിൽ ഒറിഗാനോ ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ. നിങ്ങളതില്ലെങ്കിൽ ഉണ്ടാക്കാണ്ടിരിക്കണ്ട, അത് സ്കിപ്പ് ചെയ്യുക. ചില്ലി ഫ്ലേക്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ. കുട്ടികളാകുമ്പോൾ പിന്നെ അധികം എരിവിലേക്ക് പോകണ്ട കേട്ടോ, എന്നാലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ഇതാണ് നമ്മളെ പിസ്സേൻ്റെ സോസായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിസ്സ സോസും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും. നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയം തനു നമ്മളെ ബാൻസു ക്ലാസ്സിലെ അത് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കി നോക്കാം. മാത്രമല്ല കുറേ പേര് എന്നോട് ചോദിക്കലുണ്ട്, ഇപ്പോൾ കുട്ടികളുടെ ക്ലാസ്സൊക്കെ തുറന്നപ്പോൾ തനു ചെയ്തിട്ടുള്ള ആ കോഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ, ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ എന്നൊക്കെ കേട്ടോ. കുട്ടികളെ ഇപ്പോൾ സ്റ്റാർട്ടായപ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന ആൾ ഇന്ത്യക്കാരനായ നീലകാന്ത് ബാനു എന്ന ആളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇവർ എന്താണെന്ന് വെച്ചാൽ ബുക്കും പെന്നും ഒന്നും യൂസ് ചെയ്യാതെ മെൻ്റൽ കാൽക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ എഴുതി കൂട്ടുന്ന ആ ഒരു രീതിയല്ല കേട്ടോ. നമ്മൾ മെൻ്റലി ആയിട്ടാണ് അവരിങ്ങനെ ഒരു ഗെയിം പോലെയായിട്ട് നമുക്ക് കുട്ടികൾക്ക് മാത്സ് ഈസി ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഭയങ്കര നമുക്കില്ലേ, എനിക്ക് തനുവിൻ്റെ ക്ലാസ് കേട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തും അത് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ വിചാരിച്ചും അതെങ്ങനെയാണെന്ന് വിചാരിക്കും, പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് എനിക്കും തോന്നിയിട്ട് ഒരു ഗെയിം പോലെ എനിക്കും തോന്നിയത് കേട്ടോ. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു മാത്സിനോടുള്ള പേടി തന്നെ അവർക്ക് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിന്നെ 5 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ക്ലാസ് കൊടുക്കുന്നത്. USA, കാനഡ, UK ഇവിടെയുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അവരുടെ കിഡ്സിൻ്റെ ടൈമിനനുസരിച്ച് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഫ്രീ ക്ലാസ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും
മിസ്സാക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ പോയി ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമ്മളെ പാന് ഇതാ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്നൊരു ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ബേസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ട്. ആ കാണിച്ച സമയത്ത് അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതില്ലേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് തിരിച്ചുവിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് പെർഫെക്റ്റ് പിസയൊന്നും അല്ലല്ലോ, ടേസ്റ്റ് ഉണ്ടാവില്ല, പിസേൻ്റെ ബേസ് ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുക. ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇത് നമ്മൾ തട്ടിക്കൂട്ട് പിസയാണ്. നമ്മൾ കുട്ടികളെ പറ്റിക്കാനും പിന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും ആ ഒരു ഈസ്റ്റ് ഇട്ടിട്ടും അത് നമുക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം അങ്ങനത്തതൊക്കെ. ഇപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ രാവിലെ കുട്ടികൾ പിസ വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. അത് ഗോതമ്പിലാണെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തി ആവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടും അങ്ങനെ പൊങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ വയറിന് എന്തുകൊണ്ടും നല്ല ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അവരുടെ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും അവരെ മൂടൊക്കെ ഒന്ന് ഹാപ്പി ആക്കാനും, കുട്ടികൾ നമ്മളെപ്പോലെ അല്ലല്ലോ, ചെറിയ കാര്യം മതി അവർ ഹാപ്പി ആവാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ മതിയാവും കേട്ടോ. ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഇവരൊക്കെ വന്നിട്ട് ചോദിക്കുന്ന സമയത്തില്ലേ, നമ്മൾ ഉഴുന്ന് ദോശയില്ലേ, അത് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് മുന്നേ. എപ്പോഴോ കിഡ്സിൻ്റെ ആ ഒരു സ്നാക്സ് ബോക്സ് അതിൽ എന്തോ കാണിച്ചിട്ടുണ്ടാവും. ഉഴുന്ന് ദോശയില്ലേ, അത് ഉണ്ടാക്കിയിട്ട് അതൊരു ചെറിയ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കാര്യങ്ങളൊക്കെ ബാക്കി പിസ്സാൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ സോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വേറൊരു ലെവലിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ നമ്മളെ ഐഡിയക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു പെർഫെക്റ്റ് തന്നെ ചെയ്തോളണമെന്നൊന്നുമില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാമല്ലോ. നമ്മളെ വീട്ടിലുള്ള ആ ബേസൊക്കെ നമുക്ക് അതന്നെ ചെയ്യണമെന്നില്ല. ദോശയിൽ അരിമാവൊക്കെ അല്ല, അപ്പോൾ വയറിന് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് തിരിച്ചിട്ട് മറുഭാഗം ആയതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് മുകളിൽ നമ്മൾ പിസ്സ സോസ് ഇല്ലേ, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് ചേർത്ത് കൊടുത്തു. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ, എല്ലാ കളറൊന്നും വേണമെന്നില്ല കേട്ടോ, നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും എന്തായാലും ഉണ്ടാവില്ലേ, അത് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് എടുത്തിട്ട് അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ കുട്ടികളും ഇതൊന്നും കഴിച്ചോളണമെന്നില്ല. ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ അവരങ്ങ് കഴിക്കുകയും ചെയ്യും. പിസ്സ ആയതുകൊണ്ട് അവരത് കഴിക്കുകയും ചെയ്യും. ചീസൊക്കെ മുകളിൽ ഇങ്ങനെ മെൽറ്റായി നിൽക്കുമ്പോൾ അവരത് അറിയാതെ കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ വെച്ച് കൊടുക്കണ്ട. കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ ഇപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എഗ്ഗ് പുഴുങ്ങിയിട്ട് അത് വെച്ച് കൊടുക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ വെച്ച് കൊടുക്കാം, മഷ്റൂം വെച്ച് കൊടുക്കുക. അങ്ങനെ എന്താണോ ഉള്ളത് അത് വെച്ച് കൊടുക്കുക. ഒന്നും ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും കട്ടാക്കിയിട്ട് അത് മാത്രം വെച്ച് കൊടുക്കാം. അങ്ങനെ ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിസ്സ സോസും കാര്യങ്ങളും ചെയ്തെടുത്തിട്ട് കുറച്ച് ചീസും അതൊക്കെ ഒന്നാക്കി എടുത്താൽ തന്നെ സംഭവം ടേസ്റ്റ് ആയിക്കോളും കേട്ടോ. അവർ കഴിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്തുക. ഞാനിപ്പോൾ ആ ഒരു ഫ്രൈ ചെയ്ത ചിക്കനിൽ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് സോയ സോസ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നാൽ ഗരം മസാല ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു ഹാർഡായി പോവാതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടേ ഉള്ളേ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഞാൻ പറഞ്ഞ ഏത് സോസേജ് അങ്ങനത്തെ കാര്യങ്ങൾ ഏതായാലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. സോസേജും പനീറൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബട്ടറിലോ ഗീലോ എന്തെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇനി കുറച്ച് ചീസ്, ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. പിസ്സ ചെയ്യുമ്പോൾ ഏറ്റവും ടേസ്റ്റ് മൊസറല്ല ചീസ് തന്നെയാണ്. കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ നല്ല അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് പിസ്സക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോഴൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, അതാ ശ്രദ്ധിക്കണേ. ഇതിന് ശേഷമാണ് നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ ചീസ് ഒന്ന് മെൽറ്റാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമേ, കുക്ക് ചെയ്ത് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പാനിൽ തന്നെ കാണിച്ചത്.
പിന്നെ ഞാൻ അടച്ച് വെച്ച് കൊടുത്തു. പക്ഷേ ഒന്ന് രണ്ട് കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ, ഇല്ലെങ്കിൽ ഞാൻ ആദ്യം അടച്ച് വെച്ച പോലെ നിങ്ങൾ അടച്ച് വെച്ചിട്ട് ആ ഒരു ചീസൊന്ന് മെൽറ്റാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ചെറിയൊരു എരിവ് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കേട്ടോ, ആ ഒരു ഭംഗിക്ക് നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ കിടക്കുമ്പോൾ ചീസ് മെൽറ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ കാണാൻ നല്ല കളർഫുള്ളായിട്ട് നല്ല രസം ഉണ്ടാവും. അപ്പോൾ അവനോട് ചോദിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ചേർത്ത് കൊടുത്തതാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ, മുഹമ്മദ് അടക്കം നിൽക്കുന്നുണ്ട് പിസക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കാണിക്കാതിരിക്കുന്നതാണ്. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ആവുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് പിസ്സ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, കരിഞ്ഞൊന്നും പോവില്ല. കരിഞ്ഞു പോകരുത്, നിങ്ങളെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ ഒട്ടും പേടിക്കണം. ഞാനിപ്പോൾ ഇത് അയണിൻ്റെ നമ്മളെ കാസ്റ്റേൺ ഇൻഡസ് വാലിൻ്റെ കാസ്റ്റേൺ അയണിൻ്റെ തവയാട്ടോ ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ കാസ്റ്റേണിൻ്റെ ഇൻഡസ് വാലിൻ്റെ കാണിക്കുന്ന എല്ലാ പാത്രങ്ങളും ആ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും. കുറേ പേര് അവർക്ക് ബിരിയാണി പോട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഞാൻ തരുന്ന ഇൻഡസ് വാലിൻ്റെ ലിങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പും കൂടെ നമ്മളിതാ പിസ്സേൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അല്ലെങ്കിൽ റഫീഖയ്ക്ക് രാവിലെ ഇങ്ങനത്തെ ഒന്നും വലിയ കാര്യമില്ല കേട്ടോ. ഇന്നിപ്പോൾ റഫീഖയും കുഴപ്പമില്ല, ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ്, കുട്ടികളും നമ്മളും എല്ലാവരും. പിന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് ഇത് കണ്ടോ, മോൾ ഭാഗം ഇങ്ങനെ ആറി വന്നിട്ടേ ഉള്ളതാണ്. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരേണ്ട കാര്യം, ഫുൾ കുക്കാവേണ്ട കാര്യമില്ല കേട്ടോ. തിരിച്ചിട്ട് സെക്കൻഡുകൾ മതി, അപ്പോഴത്തേക്കും അതിൻ്റെ മോൾ ഭാഗം കുക്കായിട്ട് കിട്ടുമേ, അത്രയും മതി. പിന്നെ നമ്മളെ പിസ്സ സോസും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ചിക്കനോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ അല്ലേ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം ഈ ബാറ്റർ നിങ്ങൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. നമ്മൾ രാവിലെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോകേണ്ടവരുണ്ടാവും, നമുക്കിപ്പോൾ ജോലിക്ക് പോകേണ്ട വീട്ടമ്മമാരുണ്ടാവും, കുട്ടികളെ പറഞ്ഞു വിടേണ്ടതുണ്ടാവും. ഇനിയിപ്പോൾ അതല്ലെങ്കിലും ഹസ്ബൻഡിനെ പറഞ്ഞേക്കണം, വീട്ടു ജോലികൾ, കുട്ടികൾ, ചെറിയ കുട്ടികളുള്ളവരാണ്, ഇതൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു ഭയങ്കര തിരക്കായിരിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാലൊരു ഹറി ബറി തിരക്കായിരിക്കും കിച്ചണിൽ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം തലേ ദിവസം. അതുപോലെ തന്നെ കുറച്ച് എന്താണോ നിങ്ങൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലിട്ടിട്ട് വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് ബോക്സിലിട്ട് വെക്കാം. പിന്നെ ഈ ബേസിൻ്റെ ആ ഒരു മാവില്ലേ, നമ്മൾ പിസ്സ ബേസ്, അതിലുള്ള മാവ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ല, വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ ഈ ഒരു ദോശ ചുട്ടെടുക്കുക. അതിൻ്റെ മുകളിൽ ഒക്കെ റെഡിയാക്കി വെച്ച സാധനങ്ങൾ ഇങ്ങനെ അസംബിൾ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒന്നുകൂടി ഈസിയാവും, ഭയങ്കര ഈസിയാവും. ഇത് അരക്കാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ നമുക്ക് എല്ലാം തയ്യാറാക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബേക്കറി ഐറ്റംസ്, കേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു വിടാം. പക്ഷെ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഹെൽത്തി ഫുഡാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കരം തന്നെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് എടുത്തിട്ട് നമുക്ക് തലേ ദിവസം ഇപ്പോൾ അവരില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ ഒക്കെ അവരെ പഠിപ്പിക്കാനിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്ന് അങ്ങോട്ടേക്ക് മാറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിലല്ലേ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ മോർണിംഗ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ഭയങ്കര തിരക്കായി നമ്മളും സ്ട്രെസ്സായി അവരെയും ചീത്ത പറഞ്ഞ് ഇവരെയും ചീത്ത പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും ചെയ്യാൻ വിടില്ല. ഒന്നും പറ്റാതെ നമുക്കതൊരു എൻജോയ് ചെയ്യുന്നൊരു ലൈഫിലേക്ക് നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കരുതി വെച്ചാൽ, എല്ലാം ചെയ്തു വെക്കണം എന്നല്ല പറയുന്നത്, ഒന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് തലേ ദിവസം നമ്മളൊന്ന് കരുതിയാൽ നമുക്ക് പിറ്റേ ദിവസം നല്ല ഈസി ആവും കേട്ടോ. സ്ട്രെസ് ഇല്ലാതെ നമുക്ക് കിച്ചണിലെ ജോലികളും മൊത്തം ജോലികളും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ എല്ലാം കൂടെ ഞാൻ ചെയ്യണ്ടേ, അങ്ങനത്തെ ഒരു ഇത് നമുക്ക് വേണ്ടി നമുക്കൊരു ടൈം കിട്ടില്ല, നമ്മളൊരു വെള്ളവും കുടിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യവും കാര്യങ്ങളും എല്ലാം വരിക. പിന്നെയുണ്ട് ചില വീട്ടമ്മമാരുണ്ട്, അവർ ഒന്നും കഴിക്കുകയില്ല കുടിക്കുകയില്ല, മക്കളെ കാര്യങ്ങളും ചെയ്ത് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും നോക്കി വീട്ടിലെ കാര്യങ്ങളും നോക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അസുഖം വരുത്തി വെക്കുന്ന വീട്ടമ്മമാർ വരെയുണ്ട് കേട്ടോ. സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അങ്ങനെ നടന്നിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മളെക്കുറിച്ചും കുറച്ചൊക്കെ ചിന്തിച്ചിട്ട് അതിനുള്ള ടൈമൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് എനിക്ക് എന്താ പറയുക
അറ്റ്ലീസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനെങ്കിലും ഉള്ള സമയം നമ്മൾ കണ്ടെത്തിയേ മതിയാവും കേട്ടോ. നമ്മളെ ഹെൽത്ത് നോക്കിയാലേ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും എൻഗേജ്ഡ് ആവാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. റഫീഖ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയി. ഇന്നത്തെ ക്ലൈമറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, വലിയ മഴയില്ല, ഒരു അടഞ്ഞ മഴയും കാര്യങ്ങളും ഒന്നുമില്ല, ഓക്കെ കാലാവസ്ഥയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഓരോരോ പണികളായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഏട്ടത്തി മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കിച്ചണിലെ അധികം ഞാൻ കുക്കിങ്ങാണ് ചെയ്യുക. പിന്നെ അവർ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള ഫുഡും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഒരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് പുറത്തും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈസി കുക്കിങ്ങാണ്. അപ്പോൾ ചിക്കൻ ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കേട്ടോ, ഒക്കെ നമ്മളിഷ്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ ചിക്കനിൽ ഉള്ളതിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. അതിലേക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക് വേണ്ട, തക്കാളി 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. 1/2 കിലോയിലേക്കാണ്. നമ്മളൊരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിലും എടുത്താൽ മതി കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള, നല്ല എന്താ പറയുക, നല്ല റിച്ച് ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇനിയൊന്നുമില്ല കേട്ടോ, ഇത് കൈ വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പിഞ്ച് ഉലുവ, മുഴുവനേ ഉള്ള ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഉടച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാക്കിയൊന്നും കൊടുക്കണ്ട, മൊത്തത്തിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതിയേ. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി കുക്കർ അടച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ ലോ ഫ്ലെയിമിലൊന്നും ആക്കരുത്, അപ്പോൾ ചിക്കൻ വെന്തുടഞ്ഞു പോകും കേട്ടോ. നിങ്ങൾ ഫ്ലെയിമിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തുക. നമുക്ക് ഫുള്ള് കുക്കാവേണ്ട കാര്യമില്ല, എന്നാൽ കുക്കാവും വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വിലേജ് ജീരകം, ഇതും കൂടെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അളവ് കൂടിയും കുറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് കണ്ടോ, ഞാൻ ആദ്യം അത് ചതച്ചത് ചേർത്ത് കൊടുത്തതാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 2 അല്ലി കറിവേപ്പിലയും, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ മൊത്തത്തിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. പേസ്റ്റൊന്നും ആക്കണ്ട. കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാളും സാധാ നിങ്ങൾ 3 ടീസ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 4-5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ട്, ഭയങ്കര ഈസി ചിക്കൻ ഫ്രൈ ആണ്, അതുകൊണ്ട് തന്നെ ഒരു വിസിൽ എടുത്തിട്ടാണ് നമ്മൾ പിന്നീടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവിയിൽ കുറച്ച് മുളക് പൊടി അങ്ങ് പോയിപ്പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 ടീസ്പൂണും കൂടെ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരു തവണ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഈസിയാണ്. നമ്മളിങ്ങനെ ചിക്കൻ ഇട്ടിട്ട് എണ്ണയിൽ ഇങ്ങനെ മുരിപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ എന്താ പറയുക, വേഗം കിച്ചണിലധികം നേരം നിൽക്കണ്ട, സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക. അപ്പോൾ ഇത് കണ്ട, ഇതൊക്കെ ഞാൻ അറിയാതെ സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്, ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്നും കാര്യമൊക്കെ ഉണ്ടോ കേട്ടോ. ഇതൊന്നും 1/2 കിലോ ചിക്കനിലേക്കാണ് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ 1 കിലോ 1.5 കിലോനൊക്കെ എടുക്കുന്ന സമയത്ത്
ഫ്ലെയിം, അതായത് വിസിൽ ഫുള്ള് വരാൻ നിൽക്കരുത് കേട്ടോ. വരുന്ന ആ സമയമാകുമ്പോൾ ഓഫാക്കി കൊടുത്തോ. അങ്ങനെ നമുക്കൊരു നേക്ക് വേണം കേട്ടോ, വെന്തുടഞ്ഞു പോകരുത്. ഇതിപ്പോൾ 1 കിലോനായതുകൊണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ട് എയർ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കും. കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് എയറൊക്കെ പോവും. ഇനിയിപ്പോൾ നമുക്ക് കറിക്കായിട്ട് കുറച്ച് തക്കാളി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഒന്നുമില്ല, തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഒരു 2 അല്ലി വെളുത്തുള്ളി ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തിട്ടതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു. അതിന് തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കലുണ്ട്. പച്ചമുളക് മാത്രം ഇട്ടിട്ട് തക്കാളി താളിച്ചെടുക്കലുണ്ട്, മുളക് പൊടി മാത്രം ഇട്ടിട്ടുണ്ടാക്കലുണ്ട്, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ടാക്കലുണ്ട്. ബീഫ് വരട്ടും അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് തക്കാളി താളിച്ചത് ഭയങ്കര കോമ്പിനേഷനാണ്, അടിപൊളി. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ തക്കാളി താളിച്ചത്. ഏത് രീതിയിലായാലും നല്ല ഇഷ്ടമാണ്. മാറ്റി മാറ്റി ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാതെ. അപ്പോൾ നമ്മളെ കറി റെഡിയായി. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഞാൻ ഓഫാക്കി. നമ്മൾ കറിക്ക് വെച്ചതില്ലേ 2 വിസിൽ അടിക്കാൻ പറഞ്ഞത്, അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ കളഞ്ഞതിന് ശേഷം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് ആ ഗ്രേവിയോടുകൂടി അതിലേക്ക് ഒഴിച്ചു. ഇനി ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക, ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഗ്രേവി കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള അതും എയറെല്ലാം പോയി വന്നിട്ടുണ്ട് കേട്ടോ. 1 വിസിലാണ് അടുപ്പിച്ചെടുത്തത്. ഇനി അത് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ മുങ്ങേണ്ട വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിതിൽ വെന്തതാണ് നമ്മളെ ചിക്കൻ. ഇനി ഒന്ന് ഫ്രൈ ആയി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മൊരിപ്പിച്ചെടുക്കാൻ മതി. പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയി കിട്ടും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഒന്ന് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. നമ്മളെ ഈസി ചിക്കൻ ഫ്രൈ ആണ്. അതിങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയും കേട്ടോ. ഇതാ മുഴുവൻ ചിക്കനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം, നല്ല ഫ്ലേവർ അല്ലേ പൊരിക്കുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാ അപ്പുറത്ത് ചിക്കൻ ഗ്രേവി അപ്പുറത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ഇപ്പുറത്ത് റെഡിയാകുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സെറ്റാണ് കേട്ടോ. അപ്പോൾ അത് അത്രയും മതി. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടെ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണേ ഇത്. എനിക്ക് എൻ്റെ ഏട്ടത്തി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഓളിങ്ങനായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങോട്ടുമല്ല, നമ്മൾ ഗുണ്ടൽപേട്ടാണ് കേട്ടോ പോകുന്നത്. ഗുണ്ടൽപേട്ട് സൂര്യകാന്തി ഉണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല ആ വഴി പോകുമ്പോൾ നല്ല അടിപൊളിയല്ലേ. കാണാൻ അപ്പോൾ ഇതാ നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. വയനാട്ടിൽ വരുന്ന എല്ലാവരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ അത്. ഗുണ്ടൽപേട്ട് എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ. കാടാണ്. കാട്ടിൽ നമുക്ക് മൃഗങ്ങളെയും ആന അങ്ങനത്തെ മാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഓരോ ടൈമിലും ഓരോന്നുണ്ടാവും. കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് സൂര്യകാന്തിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചില സമയത്ത് മല്ലിക ഉണ്ടാവും. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കൃഷി, ഓരോ സീസണിലും ഉണ്ടാകുന്ന കൃഷി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും ആ ഒരു കാട് കയറി വരുമ്പോൾ അല്ലേ
നമ്മളെ മനസ്സ് ഭയങ്കര റിലാക്സ് ആവും. പിന്നെ മൃഗങ്ങളൊക്കെ കാണുക എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലല്ലോ നമ്മൾ ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ ഒരു സമയത്തൊന്നും. കുറേ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ബേജാറോ എന്തൊക്കെയോ ആണ് കേട്ടോ, സന്തോഷമാണ് ഒക്കെ കൂടെ കയറി വരും കേട്ടോ. അത് കഴിഞ്ഞ് കാട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ, നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ അധികം ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ ലാൻഡ്. അതിങ്ങനെ വൈഡായിട്ട് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് കണ്ട മനസ്സിലൊരു ഭയങ്കര ഒരു കുളിർമ ഫീൽ ചെയ്യും കേട്ടോ. ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ സൂര്യകാന്തിയിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത്. പിന്നെ വിചാരിച്ചു ഇടിപിടിന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേണ്ട, വേറൊരു ദിവസം ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. ₹20 കിലോ. അപ്പോൾ വെജിറ്റബിൾസിലൊക്കെ നോക്കി വാങ്ങിച്ചാൽ കുറച്ച് വില കുറവൊക്കെ ഉണ്ട് കേട്ടോ. ചില സാധനത്തിന് വില കുറവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടത്തി കുറച്ചധികം പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിക്ക് നല്ല വില വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. 30 രൂപയാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം പച്ചക്കറി വാങ്ങിയിട്ടില്ല കേട്ടോ. കാര്യം വാങ്ങിയാൽ റഫീഖ് പറയും ഇവിടെ ഏതെങ്കിലും ഒരു ഷോപ്പ് അവിടെ അതിനേക്കാളും നല്ല പച്ചക്കറി ഉണ്ടല്ലോ, എന്തിനാ അവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് പറയും കേട്ടോ, ചോദിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇതങ്ങനത്തെ പയറ്, ഉഴുന്ന്, അങ്ങനത്തെ ഒക്കെ നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ നോക്കിയതാട്ടോ, അമ്മ ഒന്നും വാങ്ങിയിട്ടില്ല. ഇവിടെ ഇതിനേക്കാളും രസം എന്താണെന്ന് വെച്ചാൽ ചെറിയ മക്കളിങ്ങനെ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ അന്ന് അവിടെ വിളവെടുത്ത പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇന്നിപ്പോൾ അതൊന്നും കണ്ടില്ല. ഉണ്ടായി ഒരു പയ്യൻ ചെറിയ ഉള്ളിയില്ലേ അതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന് പക്ഷേ 40 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരാൾ നമ്മളോട് 30 പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്നാട്ടോ വാങ്ങിയത്. അപ്പോൾ അത് കാണാൻ നല്ല രസമാട്ടോ. അവർ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ അപ്പം ഉണ്ടാകുന്ന ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കുട്ടികൾ വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ അത് നമ്മൾ അവരെത്ര പറഞ്ഞാലും നമ്മൾ വാങ്ങിപ്പോകും കേട്ടോ. അവർ റേറ്റ് പറഞ്ഞാലും നല്ല രസമാണ് അത് കാണാൻ. ഇങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക്, നമ്മളെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് അവർ ഓടി ഓടി വരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. ഒരു ചായ എന്നല്ല, നല്ല അത്യാവശ്യം ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ പോണ വഴിക്കാണ്, കാട് കഴിഞ്ഞ ഉടനെയാണ് റമുൽത്താൻ്റെ വീട്. അവിടെ വാവ ഉണ്ട് കേട്ടോ. അപ്പോൾ വാവനെയും കൂട്ടിയിട്ട് വേണം നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. തിരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ആനനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ റമുൽത്താൻ്റെ വീട്ടിൽ വന്നു. നമ്മൾ രാത്രിയിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിച്ചു. റമുൽത്താൻ നല്ല ഫുഡൊക്കെ, പുഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. വയറൊക്കെ നല്ല ദമ്മായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മുഹമ്മദ് ഇന്ന് നല്ല കലിപ്പിലായിരുന്നു കേട്ടോ. ഫുൾ ടൈം കരച്ചിലും എന്തൊക്കെയോ ഒരു ദേഷ്യവും എന്തൊക്കെയോ ഒരു മൂഡായിരുന്നു അവനക്ക്. ഇപ്പോൾ നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോട്ടെ. ഇനിയിപ്പോൾ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പൂമോള് വൈത്തിരിയിലേക്ക്, ഏട്ടത്തി ചുണ്ടയിലേക്ക്, ഞാൻ കൽപ്പറ്റയിലേക്ക്. റഫീഖ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.